89.6 FM Sargakshetra SK Junction. Good morning. Welcome to SK Junction only on Sargakshetra 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഇന്ന് SK ജംഗ്ഷനിൽ കൂടെയുള്ളത് തന്നെയാണ് കേട്ടോ. നമ്മൾ സൂപ്പർ സ്റ്റാറിന് ശേഷം കുറേയധികം വിശേഷങ്ങൾ വീണ്ടും പങ്കുവെക്കാനായിട്ട് SK ജംഗ്ഷനിലൂടെ എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം എത്തിയിട്ടുള്ള ഗസ്റ്റിനെ ആദ്യം ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ആയ ഡോക്ടർ പ്രജിഷ മോഹൻ. ഹായ് ഡോക്ടർ. ഹലോ, നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രജിഷ മോഹൻ, കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് മിറ്റേര ഹോസ്പിറ്റൽ. ഓക്കെ ഡോക്ടർ, നമ്മളപ്പോൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ഒട്ടുമിക്ക എല്ലാവർക്കും വരാൻ സാധ്യതയുള്ള ഒരു ഡൗട്ടിനെ പറ്റിയിട്ടാണ്. ആ ഡൗട്ടുകളൊക്കെ നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം അല്ലേ? അതെ. ഇനി ആരും ഡൗട്ട് അടിക്കേണ്ട, ഞാൻ എന്താണ് ടോപ്പിക് എന്നുള്ളത് പറയാം. അതായത് കോവിഡിന് ശേഷം ഇപ്പോൾ നമ്മൾ കുറേയധികം ആളുകളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ മുൻപൊക്കെ വർഷങ്ങളെ തിരിച്ചിരുന്നത് AD അല്ലെങ്കിൽ BC എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ബിഫോർ കൊറോണ, ആഫ്റ്റർ കൊറോണ അങ്ങനെയായിട്ട് മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് മുൻപേ സംസാരിച്ച പോലെ ഈ കോവിഡ് വൈറസ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ശ്വാസകോശത്തെ എങ്ങനെയാണ് ശരിക്കും എഫക്ട് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? കോവിഡ് എന്ന് പറയുന്നത് COVID-19 ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ COVID-19 വൈറസ് നമ്മുടെ ഉള്ളിലോട്ട് പ്രവേശിക്കുന്നത് നമ്മൾ ശ്വാസം എടുക്കുന്ന കൂടെ, അതായത് എയർബോൺ ആയിട്ടാണ്. അപ്പോൾ കോവിഡ് ഉള്ള ആൾക്കാരുമായിട്ട് നമ്മൾ കൂടുതൽ സമ്പർക്കം പുലർത്തുമ്പോഴാണ് നമുക്ക് കോവിഡ് ഇൻഫെക്ഷൻ ഉള്ളിൽ വരുന്നത്. മെയിനായിട്ടും നമ്മുടെ ശ്വാസകോശമാണ് പ്രൈമറി റൂട്ട് ഓഫ് എൻട്രി എന്ന് പറയുന്നത്. ശ്വാസനാളത്തിലെത്തി നമ്മുടെ ആൽവിയോലി, അതായത് ലങ്ങിലെത്തി കഴിഞ്ഞിട്ട് അത് കുറച്ച് പത്തോഫിസിയോളജിക്കൽ ചേഞ്ചസ് എന്നൊക്കെ നമ്മൾ വിളിക്കും. അതായത് കുറച്ച് ഇൻഫെക്ഷൻ, അതായത് അണുബാധ, അത് മെല്ലെ കഫക്കെട്ട്, അതായത് ന്യൂമോണിയയിലോട്ട് എത്തുന്നു. കുറേ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഈ ന്യൂമോണിയ കംപ്ലീറ്റ് ആയിട്ട് മാറും. പക്ഷേ ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ആൾക്കാർക്ക് ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ന്യൂമോണിയയിൽ കുറച്ച് നമ്മൾ ചകിരി നാര് കണ്ടില്ല, അതുപോലെ നാരുകൾ വന്ന് അടിഞ്ഞ് അതൊരു ഫൈബ്രോസിസിലോട്ട് എത്തുന്നു. അങ്ങനെയാണ് നമുക്ക് ശ്വാസകോശ ബന്ധപ്പെട്ട അസുഖങ്ങളുടെ തുടക്കം. ശരിക്കും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റേണൽ ഓർഗൻ ആണ് ലങ്സ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അറ്റ് എനി കോസ്റ്റ് നമ്മൾ തയ്യാറായിരിക്കണം. ഏതൊക്കെ രീതിയിൽ നമുക്ക് നമ്മുടെ ലങ്സിന് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഓർഗന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു, അത് എങ്ങനെ നമുക്ക് അതിനെ മറികടക്കാം എന്നുള്ളതൊക്കെ ഇന്ന് SK ജംഗ്ഷനിലൂടെ നമ്മൾ അറിയും, കേൾക്കും, മനസ്സിലാക്കും. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കൂടെ എത്തിയിട്ടുള്ളത് മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ പ്രജിഷ മോഹനാണ്. അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടിട്ട് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങിയാലോ? അതെ. അപ്പൊ നമുക്ക് പാട്ടുകൾ കേൾക്കാം. പാട്ടിന് ശേഷം കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിലേക്കും കിടക്കാം. ദിസ് ഇസ് SK ജംഗ്ഷൻ ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഇന്ന് SK ജംഗ്ഷനിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് കേട്ടോ. അതായത് പോസ്റ്റ് കോവിഡ് ലങ് ഡിസീസ്. നമുക്കറിയാം, കോവിഡിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോവിഡിന് ശേഷം നമ്മുടെ എല്ലാവരുടെയും ലൈഫ് സ്റ്റൈൽ മാറി, നമ്മുടെ എല്ലാവരുടെയും പല രീതിയിലും സ്വഭാവങ്ങളോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി വന്നിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഇന്റേണൽ ഓർഗൻ ആണ് ലങ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ലങ്സിനെ ബാധിക്കുന്ന ഈ പോസ്റ്റ് കോവിഡ് ഡിസീസസ് എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ പറ്റിയിട്ടുള്ള ഒരു സൊല്യൂഷനും ഇന്ന് SK ജംഗ്ഷനിലൂടെ നമ്മൾ അറിയും, കേൾക്കും, മനസ്സിലാക്കും. ആൻഡ് മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ആയ ഡോക്ടർ പ്രജിഷ മോഹനാണ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡോക്ടറെ, നമ്മൾ കുറച്ച് മുൻപ് ഈ ഒരു കോവിഡ് വൈറസ് നമ്മുടെ ലങ്സിനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് സംസാരിച്ചായിരുന്നു അല്ലേ? ഇനി എനിക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യം, കോവിഡ് കഴിഞ്ഞ ശേഷം പലർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ ഒരു മേജർ നമ്പർ ഓഫ് ആളുകൾക്ക് വരാറുള്ളത് ശ്വാസകോശപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇതെങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കൂടുതലായിട്ടും ആളുകളിൽ ഈ ശ്വാസകോശ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്? അതിന്റെ റീസൺ ഒന്ന് പറയാമോ ഡോക്ടർ? കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് കോവിഡ് ഇൻഫെക്ഷൻ ലങ്സിൽ വന്നു കഴിയുമ്പോൾ ഇൻഫ്ലമേഷൻ വരുന്നുണ്ടല്ലോ. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഇൻഫ്ലമേഷൻ ഫുള്ളി റിസോൾവ് ആവും, പക്ഷേ വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഇൻഫ്ലമേഷൻ കണ്ടിന്യൂ ചെയ്യും. അപ്പം ആ ഇൻഫ്ലമേഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് നമുക്ക് ശ്വാസനാളത്തിന് ചുരുക്കവും അതുമനുബന്ധിച്ചുള്ള ശ്വാസകോശ ബന്ധപ്പെട്ട അസുഖങ്ങൾ നമ്മൾ കണ്ടുവരുന്നത്. അത് ഏത് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാം, ഒരു എൽഡർലി പ്രായത്തിന് 60 വയസ്സിന് മേലെയുള്ള ആൾക്കാർക്ക്, കുഞ്ഞു കുട്ടികൾക്ക്, അതായത് 18 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക്, പീഡിയാട്രിക് ആയിട്ടുള്ള കുട്ടികൾക്ക്, പിന്നെ ഈ ഷുഗർ, പ്രഷർ, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് അങ്ങനെ ഇതിനൊക്കെ മരുന്ന് കഴിക്കുന്നവർക്കും, പിന്നെ കോവിഡ് വന്ന സമയത്ത് സിവിയർ കോവിഡ് വന്നവർ, അതായത് കോവിഡ് ന്യൂമോണിയ വന്ന് ICUയിൽ വെന്റിലേറ്ററിലൊക്കെ കിടന്ന് ഓക്സിജൻ വരെ കുറഞ്ഞു പോയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്കുണ്ട്. അവരിലൊക്കെയാണ് നമ്മൾ കൂടുതലും
ഈ ഒരു ഇൻഫ്ലമേഷൻ കണ്ടിന്യൂ ചെയ്തിട്ട് കോവിഡാനന്തരമുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നത്. ഓക്കെ ഡോക്ടർ, അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയും നമ്മൾ ഈ ഒരു ആൻസറിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയിരിക്കുകയാണ്. സീനിയർ സിറ്റിസൺസ്, അതുപോലെ തന്നെ 18 വയസ്സിന് താഴെയുള്ളവർ കൂടെ. ഇപ്പോൾ നമുക്ക് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കോവിഡിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ആയ വ്യക്തികളൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഒരു രോഗത്തെ, ഈ പോസ്റ്റ് കോവിഡ് ലങ് ഡിസീസസിനെ കൂടുതലായിട്ടും എഫക്ട് ചെയ്യുന്നവർ. അതുപോലെ ഡോക്ടർ, ഇപ്പോൾ കോവിഡ് മാറിയതിന് ശേഷം സാധാരണയായിട്ട് കാണുന്ന കുറച്ചധികം ശ്വാസകോശ രോഗങ്ങളുണ്ട്. ഇത് ഏതൊക്കെയാണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? മെയിനായിട്ട് പോസ്റ്റ് കോവിഡ് ലങ് ഡിസീസ്, അതായത് കോവിഡാനന്തരമുള്ള ശ്വാസകോശ പ്രശ്നത്തിൽ വരുന്നത് നമ്മൾ ചെറുതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് പോസ്റ്റ് കോവിഡ് കോഫ്, നിരന്തരമായ ചുമ, കോവിഡ് വന്നതിന് ശേഷം ഉള്ള വിട്ടുമാറാത്ത ചുമ. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഒരു സിവിയറിറ്റി ഉള്ളത് പോസ്റ്റ് കോവിഡ് ഒബ്സ്ട്രക്റ്റീവ് എയർവേ ഡിസീസ് എന്ന് പറഞ്ഞിട്ട്, അതായത് നമുക്ക് ആസ്മ പോലും ഇല്ലാത്ത പേഷ്യൻസിന് ആസ്മ പോലെ വലിവ്, ശ്വാസമുട്ട്, കിതപ്പ് അതൊക്കെ വരിക. അതിന് നമ്മൾ പോസ്റ്റ് കോവിഡ് ഒബ്സ്ട്രക്റ്റീവ് എയർവേ ഡിസീസ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ളൊരിതാണ് പോസ്റ്റ് കോവിഡ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. അത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമുക്ക് ചെറിയ അണുബാധ വന്ന് ന്യൂമോണിയ വന്ന് അതിൽ മെല്ലെ മെല്ലെ നാരുകൾ പോലെ, നമ്മുടെ ചകിരനാര് പോലെയുള്ള നാരുകൾ വന്ന് അടിഞ്ഞടിഞ്ഞടിഞ്ഞ് അതിനെ പോസ്റ്റ് കോവിഡ് ഫൈബ്രോസിസിലെത്തും. നമ്മളുടെ കയ്യിൽ ഒരു ഡീപ്പായിട്ടുള്ള ഒരു വൂണ്ട് വന്ന് അത് ഹീലായി കഴിയുന്നത് എങ്ങനെ, ഒരു വെള്ളപ്പാട് പോലല്ലേ, അതുപോലെ നമ്മുടെ ശ്വാസകോശത്തിലും അതുപോലെ പാട് വരും. അതിനാണ് പൾമണറി ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ക്രിട്ടിക്കലായിട്ടുള്ള ഇതാണ് പോസ്റ്റ് കോവിഡ് പൾമണറി എംബോളിസം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശ്വാസകോശത്തിനുള്ളിൽ രക്തക്കുഴലുകളുണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്. അതിൽ ബ്ലഡ് ക്ലോട്ടായിട്ടിരുന്നിട്ട് നമ്മുടെ ശ്വാസകോശത്തിന് ബ്ലഡ് സർക്കുലേഷൻ മുടങ്ങുന്നത്, അത് വന്നിട്ടുള്ള ബാക്കി സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പോസ്റ്റ് കോവിഡ് ലങ് ഡിസീസ് എന്ന് പറയുന്നത്. ശരിക്കും പോസ്റ്റ് കോവിഡ് ലങ് ഡിസീസ് മാത്രമല്ല, നമ്മുടെ മറ്റ് മെയിൻ ഓർഗൻസിലും കോവിഡ് വന്ന് ബാധിക്കുന്നുണ്ട്. നമുക്ക് സിമ്പിളായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, കോവിഡ് വന്നതിന് ശേഷമുള്ളവർക്ക് അമിതമായ ക്ഷീണം, മസിൽ പെയിൻ, ജോയിൻറ്റ് പെയിൻ, അതായത് ചെറുപ്പക്കാർക്ക് പോലും ഈ ഒരു സിംറ്റം ഉണ്ടാകും, വാദം പോലത്തെ ബുദ്ധിമുട്ടുകൾ. അത് കഴിഞ്ഞിട്ട് ഉറക്കമില്ലായ്മ, ഡിപ്രഷൻ, ആൻസൈറ്റി, പിന്നെ സ്ട്രോക്ക് വരിക, പിന്നെ അറ്റാക്കിൻ്റെ റിസ്ക് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ കിഡ്നിക്കൊന്നും ഒരു കുഴപ്പമില്ലാത്തവർക്ക് കിഡ്നി ഡാമേജ്, കിഡ്നി ഫെയിലർ വരുന്നു. ലിവർ കുഴപ്പമൊന്നുമില്ലാത്തവർക്ക്, അതായത് ആൽക്കഹോളിക് പോലും അല്ലാത്തവർക്ക് പോലും ക്രോണിക് ലിവർ ഡിസീസ്, CLD പോലത്തെ അസുഖങ്ങൾ വരുന്നു. അങ്ങനെ ഒരു മൾട്ടി സിസ്റ്റം, നമ്മുടെ മൾട്ടി ഓർഗനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു സാധനമായിരുന്നു കോവിഡ്. കോവിഡ് എത്രത്തോളം പേടിപ്പെടുത്തുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അതിനുശേഷവും, അതായത് കോവിഡിന് ശേഷവും പല അസുഖങ്ങളും നമ്മളിലേക്ക് പുതിയതായിട്ട് വരുന്നു. അത് എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മളെ എല്ലാവരുടെയും ലൈഫ് സ്റ്റൈലിനെ ഏതൊക്കെ രീതിയിലാണ് ബാധിക്കുന്നത് എന്നുള്ളതൊക്കെ പലർക്കും എഫക്റ്റ് ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും നമുക്ക് മനസ്സിൽ വരുന്നത്. ആ ഒരു ആൻസറിന് വേണ്ടി നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കാം. SK ജംഗ്ഷൻ ആണ് ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പോസ്റ്റ് കോവിഡ് ലങ് ഡിസീസിനെ പറ്റിയാണ്. ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് മിറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റായ ഡോക്ടർ പ്രജുഷ മോഹനുമാണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. You are listening to SK Junction only on സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഇന്ന് SK ജംഗ്ഷനിൽ നമ്മൾ ആരോഗ്യകരമായിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി തന്നെയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഹെൽത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രശ്നത്തെ പറ്റിയിട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് പോസ്റ്റ് കോവിഡ് ലങ് ഡിസീസ്. ഇന്ന് ഈ ഒരു വിഷയത്തെ പറ്റി നമ്മോട് സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് മിറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റായ ഡോക്ടർ പ്രജുഷ മോഹനാണ്. ഡോക്ടർ, നമ്മൾ ഇന്ന് പോസ്റ്റ് കോവിഡ് ലങ് ഡിസീസിനെ പറ്റി തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ശ്വാസകോശത്തെ എഫക്ട് ചെയ്യുന്ന പല രോഗങ്ങളുടെ പേരും നമ്മൾ കുറച്ച് മുൻപേ കേട്ടു. പക്ഷെ അതിൽ കുറച്ചധികം നമ്മൾ പേടിക്കേണ്ട, അല്ലെങ്കിൽ കുറച്ചധികം നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു പേര് എനിക്ക് തോന്നുന്നു ഈ ഒരു പോസ്റ്റ് കോവിഡ് ഫൈബ്രോസിസ് എന്നുള്ള പേരാണ്. ശരിക്കും എന്താണ് ഈ പോസ്റ്റ് കോവിഡ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്? അത് എത്രത്തോളം ഒരു ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണ്? പോസ്റ്റ് കോവിഡ് ഫൈബ്രോസിസ് എല്ലാവർക്കും വരണമെന്നില്ല. അത് ഒരു മൈൽഡ് ടു സിവിയർ വരെ ഉണ്ട്. അതായത് എല്ലാ കോവിഡ് ന്യൂമോണിയ വന്നവർക്കും ഫൈബ്രോസിസ് വരണമെന്നില്ല. പക്ഷേ ഒട്ടുമിക്ക ആൾക്കാർക്കും, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്കാണ് നമ്മൾ ഈ ഒരു ഫൈബ്രോസിസ് കാണുന്നത്. അതായത് ചകിരനാര് പോലെ വന്നിട്ട് ലങ്സിൻ്റെ കപ്പാസിറ്റി കുറയുന്നൊരവസ്ഥയാണ് പോസ്റ്റ് കോവിഡ് ഫൈബ്രോസിസ്, പൾമണറി ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തവർക്ക് പോലും ചെറിയ തോതിൽ ഫൈബ്രോസ് ഉണ്ടാവും. അതായത് ഒരു ശ്വാസകോശ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവർ ജസ്റ്റ് നമ്മൾ എക്സ്റേ എന്തെങ്കിലും എടുക്കുമ്പം നാര് പോലെ കാണാറുണ്ട്. അതൊക്കെ മൈൽഡസ്റ്റ് ആയിട്ടുള്ള ഫോമാണ്. പക്ഷേ ഈ വിട്ടുമാറാത്ത കുത്തിച്ചുമ, കിതപ്പ് പ്രോഗ്രസീവായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നവർക്കൊക്കെ നമ്മൾ എക്സ്റേ എടുക്കുമ്പം
ഈ ഒരു ഫൈബ്രോസിസ്, അതായത് ആ നാരുകളുടെ അളവും എണ്ണവും കൂടുതലായിരിക്കും. അങ്ങനെ ഉള്ളവർക്ക് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് മെയിനായിട്ട് വേണ്ടത് നമ്മൾ സെൽഫ് കെയർ ആണ്. അതായത് നമുക്ക് പുറമേ നിന്നുള്ളൊരു വൈറൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കോവിഡ് ഇപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട്. വീണ്ടും ഒരു ഇൻഫെക്ഷൻ വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ കുറച്ചുകൂടെ അത് പ്രോഗ്രസ് ആവുന്നത്. അതുപോലെ തന്നെ ഇതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതായത് ഈ ഫൈബ്രോസിന് കൂടാതിരിക്കാനും ഫൈബ്രോസിസ് ഒരു പരിധി വരെ കുറയ്ക്കാനും നമുക്ക് ആൻറ്റി ഫൈബ്രോട്ടിക് ആയിട്ടുള്ള മെഡിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ, അതായത് ഈ ചുമയും പ്രോഗ്രസീവായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ശ്വാസമുട്ടും ഉള്ളവർ ഒരു പൾമനോളജിസ്റ്റിനോ ഫിസിഷ്യനോ ബന്ധപ്പെട്ട് അവർ പറയുന്ന ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് എടുത്താൽ കുറയാവുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ. പോസ്റ്റ് കോവിഡ് ഫൈബ്രോസിസ് ഇച്ചിരി ടെൻഷൻ അടിപ്പിക്കുന്ന കാര്യമാണെങ്കിലും അതിനൊരു സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളൊരു ആശ്വാസത്തിൽ നമുക്കൊരു പാട്ടിലേക്ക് അങ്ങോട്ട് പോയാലോ ഡോക്ടർ? പോകാം. ഓക്കെ, അപ്പോൾ ഡോക്ടർ സംബന്ധിച്ച സ്ഥിതിക്ക് ബ്യൂട്ടിഫുൾ സോങ് വരുന്നുണ്ട്. പാട്ടിന് ശേഷമാണ് നമ്മൾ പോസ്റ്റ് കോവിഡ് ലങ് ഡിസീസിനെ പറ്റി കൂടുതലായിട്ടും അറിയാൻ പോകുന്നത്. സോ കേട്ടുകൊണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. You are listening to സർഗക്ഷേത്ര 89.6 FM. ഇന്ന് നമ്മൾ SK ജംഗ്ഷനിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പോസ്റ്റ് കോവിഡ് ലങ് ഡിസീസിനെ പറ്റിയാണ്. ആൻഡ് നമ്മോടൊപ്പം ഈ ഒരു ടോപ്പിക്കിനെ പറ്റി കാര്യമായിട്ട് നമ്മളിലേക്ക് ഇൻഫർമേഷൻസ് എത്തിക്കാനായിട്ട് എത്തിയിരിക്കുന്ന ഒരു എക്സ്പെർട്ട് എന്ന് പറയുന്നത് നമ്മുടെ മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ആയ ഡോക്ടർ പ്രജിഷ മോഹനാണ്. ഡോക്ടർ, നമ്മൾ ഇപ്പോൾ ഈ കോവിഡ് കഴിഞ്ഞിട്ടും പലർക്കും ഈ ശ്വാസമുട്ടൽ അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയൊരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്നൊരു തളർച്ച ഉണ്ടാവുക, അതായത് മൊത്തത്തിൽ ഒരു എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ അവർ പോകുന്ന അവസ്ഥ. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ ആളുകൾക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടായിരിക്കും? അതിന് രണ്ട് കാരണങ്ങളുണ്ട്. അത് ശ്വാസകോശ ബന്ധപ്പെട്ട കാരണമാകാം, അല്ലെങ്കിൽ നമുക്കറിയാം ഹാർട്ടിനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, ഹാർട്ട് ഹൃദയ സംബന്ധമായ കുഴപ്പം കാരണവും വരാം. ശ്വാസകോശ ബന്ധപ്പെട്ട കുഴപ്പം എന്ന് പറയുമ്പം അതാ ഞാൻ ആ ഗ്രൂപ്പ് ഓഫ് ഡിസീസിൽ ഒരെണ്ണം പറഞ്ഞല്ലോ, പോസ്റ്റ് കോവിഡ് ഒബ്സ്ട്രക്റ്റീവ് എയർവേ ഡിസീസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശ്വാസനാളം, എയർവേ, നമ്മുടെ ശ്വാസം പോകുന്ന വഴി, ആ ഒരു റോഡ് പോലത്തെ സ്ഥലം, അവിടെ ഇൻഫ്ലമേഷൻ വന്നിട്ട് ഒബ്സ്ട്രക്ഷൻ വരുവാണ്. അതായത് ശ്വാസനാളത്തിന് ചുരുക്കം വരുവാണ്. ആ ചുരുക്കം വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഇടവിട്ടുള്ള ശ്വാസമുട്ട്, ആ വലിവ് പോലുള്ള ബുദ്ധിമുട്ട്, ചുമ, അതൊക്കെ വരുന്നത്. അത് കൂടിക്കൂടി വരുമ്പോൾ നമുക്ക് വിട്ടുമാറാത്ത ശ്വാസമുട്ടും വിട്ടുമാറാത്ത ചുമലോട്ടും എത്തുന്നു. അതുപോലെ തന്നെ ഈ പൾമണറി ഫൈബ്രോസിസ് വരുമ്പോഴും ഉള്ള അതേ ബുദ്ധിമുട്ടാണ് ഇത്, അതായത് ചുമയും ശ്വാസമുട്ടും ഒക്കെ. അപ്പോൾ നമ്മൾ ഈ ചുമയും ശ്വാസമുട്ടും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ ശ്വാസകോശം മാത്രമല്ല ഹാർട്ടും അഫക്റ്റ് ചെയ്യുമെന്ന് ഓർക്കണം. അപ്പം നമ്മളൊരു പൾമനോളജിസ്റ്റിനെയും കാർഡിയോളജിസ്റ്റിനെയും കാണേണ്ട ആവശ്യം വരും ആ ഒരു സിറ്റുവേഷനിൽ. സോ പോസ്റ്റ് കോവിഡ് ലങ് ഡിസീസിനെ പറ്റി, ഈ ഒരു ടോപ്പിക്കിനെ പറ്റി കൂടുതലായിട്ട് നമ്മൾ ഇന്ന് SK ജംഗ്ഷനിൽ അറിയുന്നുണ്ട്. ആൻഡ് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ നമ്മോടൊപ്പം മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ആയ ഡോക്ടർ പ്രജിഷ മോഹൻ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. കേട്ടോണ്ടേയിരിക്കൂ, SK ജംഗ്ഷനാണ് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. SK Junction. You are listening to SK Junction only on സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം അന്നയാണ് കൂടെയുള്ളത്. ഇന്ന് SK ജംഗ്ഷനിലൂടെ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെ പറ്റി തന്നെയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതെ, നമ്മൾ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യെസ്. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ആയ ഡോക്ടർ പ്രജിഷ മോഹനാണ്. ഡോക്ടർ, നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്യുന്ന പോലെ തന്നെ പോസ്റ്റ് കോവിഡ് ലങ് ഡിസീസുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ പോസ്റ്റ് കോവിഡ് രോഗങ്ങൾ തിരിച്ചറിയാൻ നമ്മൾ ഏതെങ്കിലുമൊക്കെ ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും പരിശോധനകളൊക്കെ നടത്തേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും. ഈ ഒരു ബുദ്ധിമുട്ടുകളുള്ളവർ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സഹായത്തോടെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യേണ്ടതാണ്. അത് നമുക്ക് ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, പിന്നെ ബേസിക് ആയിട്ടുള്ള എക്സ്റേ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ആ ഫൈബ്രോസിസ് ഉണ്ട്. അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് നെഞ്ചിൻ്റെ, അതായത് ചെസ്റ്റിൻ്റെ CT ആയിരിക്കും, CT thorax ആയിരിക്കും. അത് കൂടാതെ ഉള്ള രണ്ടാമത്തെ ടെസ്റ്റുകളാണ് നമുക്ക് പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്, അതായത് ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി അളക്കുന്ന ടെസ്റ്റ്. അതിലൂടെ നമുക്ക് വീണ്ടും ശ്വാസനാളത്തിന് ചുരുക്കോ അല്ലെങ്കിൽ ഫൈബ്രോസിസ് ഉണ്ടെങ്കിൽ ആ ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും. അതല്ലാതെ വേറൊരു ടെസ്റ്റാണ് 6 minute വാക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതെന്നുള്ളത് നമ്മൾ ഒരു പേഷ്യൻ്റ്, ഇതേ ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു പേഷ്യൻ്റ് നമ്മൾ ഡിസ്റ്റൻസ് നടത്തിക്കുമ്പോൾ അവർക്ക് ബ്ലഡിലുള്ള ഓക്സിജൻ്റെ ലെവൽ കുറയുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എത്രത്തോളം ഡിപ്പ് ആവുന്നുണ്ട്, അങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി, അതായത് ശ്വാസകോശത്തിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്നുള്ളത് ഓക്സിജൻ നമ്മുടെ ബോഡിയിൽ എത്തിക്കുക എന്നുള്ളത്. അതിന് ഡ്രോപ്പ് വരുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് ഫങ്ഷൻ
ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റിക്ക് എന്തോ തകരാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഉള്ളതാണ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ലങ്സ് മാത്രമല്ല ഇതേ ബുദ്ധിമുട്ട് ഹാർട്ട് അഫക്റ്റ് ചെയ്യുമ്പോഴും വരാം. അപ്പം നമ്മൾ ഒരു കാർഡിയോളജിസ്റ്റിന്റെ സഹായത്തോടെ എക്കോ, TMD തുടങ്ങിയ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യേണ്ടി വരും. സോ പോസ്റ്റ് കോവിഡ് രോഗങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ ഏതൊക്കെ പരിശോധനകൾ ഉണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായല്ലോ. കുറച്ചധികം ടെസ്റ്റുകൾ തന്നെ അല്ലെങ്കിൽ കുറച്ചധികം പരിശോധനകൾ തന്നെ ഈ ഒരു കാര്യത്തിന് നമുക്കുണ്ട്. സോ കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്കത് ഡിറ്റക്ട് ചെയ്യാൻ നേരത്തെ തന്നെ പറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് നേരത്തെ തന്നെ നമുക്കത് ക്യൂർ ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആയിരിക്കും, അല്ലേ ഡോക്ടർ? അതാണ്, എത്രയും വേഗം നമ്മൾ കണ്ടുപിടിക്കുന്നത് അത്രയും ആ പേഷ്യൻ്റ് അല്ലെങ്കിൽ ആ ഒരാൾക്ക് പെട്ടെന്ന് ഡിസീസിൽ നിന്നും റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണല്ലോ. വലിയൊരു പ്രശ്നത്തിലേക്ക് ആവുന്നതിന് മുൻപ് നമുക്ക് അവരിലെ ഒരു ബുദ്ധിമുട്ടിനെ മാറ്റാനായിട്ടും ഹെൽപ്പ് ചെയ്യും, അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ഇനി ഒരു പാട്ടിലേക്കാണ് പോകുന്നത്. പാട്ടിന് ശേഷം നമുക്ക് ഈ ചികിത്സാ മാർഗങ്ങളെ പറ്റിയിട്ടൊന്ന് കാര്യമായിട്ട് അറിയാം. അതിന് തന്നെയാണ് നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്, അല്ലേ? സോ ഇനി അധികം വെയിറ്റ് ചെയ്യേണ്ട, ഒരു പാട്ടിലേക്ക് പോവാം. പാട്ടിന് ശേഷം നമ്മൾ വേഗം തിരിച്ചു വരും. SK ജംഗ്ഷനിലേക്ക്. കൂടെയുള്ള തന്നെയാണ് ഒപ്പം മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റായ ഡോക്ടർ പ്രജുഷ മോഹനും. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. ഇന്ന് SK ജംഗ്ഷനിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പോസ്റ്റ് കോവിഡ് ലങ് ഡിസീസുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ കുറച്ചധികം നേരം മുൻപ് തന്നെ നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് പോസ്റ്റ് കോവിഡ് ഡിസീസസ് ആയിട്ട് നമ്മളിലേക്ക് എത്തിച്ചേരാൻ, അതും ലങ് ഡിസീസസ് ആയിട്ട് നമുക്ക് എത്തിച്ചേരാൻ സാധ്യതയുള്ളത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലുള്ള ടെസ്റ്റുകളുണ്ട് ഇത് കണ്ടുപിടിക്കാൻ എന്നുള്ളതും നമ്മൾ സംസാരിച്ചു. പക്ഷേ ഇനി നമുക്കറിയാനുള്ളത് ദ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇത്തരം ബുദ്ധിമുട്ടുകൾക്ക് അല്ലെങ്കിൽ ഇത്തരം രോഗങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചികിത്സാ മാർഗങ്ങൾ ഇതെന്തൊക്കെയാണെന്നാണ് നമുക്കിനി അറിയാനുള്ളത്. മെയിനായിട്ട് ഇപ്പം പോസ്റ്റ് കോവിഡ് ഒബ്സ്ട്രക്റ്റീവ് എയർ ഡിസീസ്, അതായത് ആസ്മ പോലത്തെ സിംറ്റംസ് ഉള്ളവർക്ക് നമുക്ക് ആസ്മയുടെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഇൻഹേലേഴ്സ് അല്ലെങ്കിൽ അതിനോട് ചേരുന്ന വിഭാഗമുള്ള ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ നമ്മൾ കൊടുക്കും. പിന്നെ പറഞ്ഞ പോലെ പൾമണറി ഫൈബ്രോസ് ആണെങ്കിൽ നമ്മൾ ആൻറ്റിഫൈബ്രോട്ടിക്സ് കൊടുക്കും. പിന്നെ പൾമണറി എംബോളിസം, അതായത് ശ്വാസനാളത്തിൽ രക്തം കട്ട പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതിന് നമ്മൾ ക്ലോട്ട് അലിയിക്കുന്ന മരുന്നും കൊടുക്കും. അതൊക്കെ വിശദമായി പരിശോധിച്ചിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ഇതിനൊക്കെ ഉപരി ഉള്ളൊരു മെയിൻ ഒരു ഇതാണ് പൾമണറി റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് പുനരധിവാസം, നമ്മുടെ ശ്വാസകോശത്തിനെ തിരിച്ച് നമ്മൾ പഴയ പോലെ ആക്കി എടുക്കുന്ന ഒരു ടേമാണ് പൾമണറി റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. അതൊരു അംബ്രല്ല ടേം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ വരും. മെയിനായിട്ട് എഡ്യൂക്കേഷൻ, നമ്മൾ ആ ഒരു വ്യക്തിയെ നമ്മൾ ആ രോഗസ്ഥിതിയെ പറ്റിയും ഇത് എങ്ങനെയൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റും, ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് അഡ്വറൻസ്, അത് എത്രത്തോളം ആ ട്രീറ്റ്മെൻറ്റായിട്ട് ഒത്തുപോകണം ആ പേഷ്യൻ്റ്, അങ്ങനെ അതിനെപ്പറ്റിയൊക്കെ ഉള്ള എഡ്യൂക്കേഷൻ ആയിരിക്കും നമ്മൾ മെയിനായിട്ട്. പിന്നെ ഉള്ളതാണ് പൾമണറി എക്സസൈസ്, അതായത് റെസ്പിറേറ്ററി എക്സസൈസുകളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ നമുക്ക് ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ പറ്റും. പിന്നെ റെസ്പിറേറ്ററി ഫിസിയോതെറാപ്പി വെച്ചിട്ട് നമുക്ക് അങ്ങനെ മെല്ലെ നമ്മൾ ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി കൂട്ടും. അതിൻ്റെ ഒപ്പം ഈ മരുന്നും പിന്നെ പേഷ്യൻറ്റിൻ്റെ സെൽഫ് കെയറും, ഇത്രയുമാണ് മെയിൻ സ്റ്റെം ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ വരുമ്പോൾ അതിനത്രയും ടേക്ക് കെയർ ചെയ്യുന്ന രീതിയിലുള്ള ചികിത്സകളും നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതിനൊരു ഉത്തരം കിട്ടിയിരിക്കുന്ന സ്ഥിതിയെ ഈ സന്തോഷത്തിൽ നമ്മളൊരു പാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ആൻഡ് നമ്മോടൊപ്പം പോസ്റ്റ് കോവിഡ് ലങ് ഡിസീസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ കൂടെ എത്തിയിട്ടുള്ളത് മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ഡോക്ടർ പ്രജുഷ മോഹനാണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. You are listening to SK Junction only on സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. പാട്ടുകൾക്ക് ശേഷം നമ്മൾ SK ജംഗ്ഷനിലേക്ക് തിരിച്ചെത്തുമ്പോൾ നമ്മോടൊപ്പം കൂടെയുള്ളത് മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ഡോക്ടർ പ്രജുഷ മോഹനാണ്. നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പോസ്റ്റ് കോവിഡ് ലങ് ഡിസീസുകളെ പറ്റിയിട്ടാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇത്രയും സമയത്തിനുള്ളിൽ അറിഞ്ഞു. അതായത് ഏതൊക്കെ രീതിയിലാണ് കോവിഡിന് ശേഷമുള്ള ഈ രോഗങ്ങൾ നമ്മുടെ ലങ്സിനെ ബാധിക്കുന്നത്, അതുപോലെ അതിനാവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ അതെങ്ങനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, അതുപോലെ എങ്ങനെ നമുക്ക് ഏതൊക്കെ രീതിയിലൂടെ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളെ മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ളതൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷേ ഇനി നമുക്ക് കാര്യമായിട്ട് അറിയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ആളുകൾ അവരുടെ ജീവിതശൈലിയിൽ അല്ലെങ്കിൽ ഡെയിലി ചെയ്തിരുന്ന റൂട്ടീനുകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ സ്വീകരിക്കണം? അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ ഇപ്പോൾ എത്ര ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും ആ പേഷ്യൻ്റ് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഉണ്ട്. മെയിനായിട്ട് സ്മോക്കിംഗ്, പുകവലി, മദ്യപാനം, പാൻ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ അഡിക്ഷൻസ് എന്നുള്ളത് കുറയ്ക്കണം എന്നല്ല പറയുന്നത്, നിർത്തണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ആ ഒരു അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ശ്വാസനാളത്തിന് ചുരുക്കം ഉണ്ടെങ്കിൽ അത് കൂടത്തേ ഉള്ളൂ, എന്തായാലും കുറയാൻ പോകുന്നില്ല. അത് പ്രോഗ്രസ് ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ അത് നിർത്തുക തന്നെ ചെയ്യണം. പിന്നെ ഉള്ളത് അമിത ഭാരമുള്ളവർ വണ്ണം കുറയ്ക്കണം, വണ്ണം നിയന്ത്രിക്കണം. പിന്നെ ഉള്ളത് എക്സസൈസ് ആണ്. നമ്മൾ പൾമണറി റീഹാബിലിറ്റേഷനുള്ള റെസ്പിറേറ്ററി എക്സസൈസ് അല്ല, നമ്മൾ ഹോൾ ബോഡി എക്സസൈസ് ആണ് ഉദ്ദേശിച്ചത്. അതായത് ചെറിയൊരു നടത്തം, ജോഗിങ് എന്നൊക്കെ മതി. അല്ലാതെ ജിമ്മിൽ പോയി
നമ്മൾ കഷ്ടപ്പെടണം എന്നല്ല പറയുന്നത്. വീക്കിലി ഒരു 3 to 4 ടൈംസ് എങ്കിലും ഒരു കുറഞ്ഞത് 20 മിനിറ്റ് എങ്കിലും നമ്മൾ കൈ വീശും നടന്നാൽ മതി. നമ്മുടെ ബോഡി അതിനോടൊന്ന് പൊരുത്തപ്പെട്ടോളും. അതുവഴി നമുക്ക് ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി കൂട്ടാനുള്ളതേ ഉള്ളൂ. അപ്പം മെയിനായിട്ട് ഇതൊക്കെയാണ് അഡിക്ഷൻസും. നമ്മുടെ വെയിറ്റ് ഗെയിൻ ഉള്ളവർ കുറയ്ക്കുക, വെയിറ്റ് നിയന്ത്രിച്ചുകൊണ്ട് തന്നെ പോവുക, പിന്നെ ഉള്ളത് എക്സസൈസുകളാണ്. ഇപ്പോൾ ഡോക്ടർ സ്പെഷ്യലി മെൻഷൻ ചെയ്തത് ആൽക്കഹോൾ അല്ലെങ്കിൽ ഡ്രഗ്സ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക, മെയിൻലി അതിൽ സ്മോക്കിംഗ് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ നമ്മുടെ എക്സസൈസ് ചെയ്യുക, നമ്മുടെ നല്ലൊരു വെയിറ്റ് മാനേജ് ചെയ്യുക, ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കുക. പക്ഷേ എനിക്ക് ഇപ്പോൾ ചോദിക്കാനുള്ള മറ്റൊരു കാര്യം, നമ്മുടെ ഒരു ഫുഡ് ടൈം ടേബിളിലും നമുക്ക് കൃത്യമായ രീതിയിൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് തോന്നുന്നു, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഭക്ഷണ കാര്യം എന്ന് പറയുന്നത് നമുക്ക് അറിയാം, കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ അത് നമ്മുടെ ബോഡിയിൽ കൊളസ്ട്രോൾ കൂട്ടി അത് പിന്നെ നമ്മൾക്ക് ശ്വാസമുട്ട കിതപ്പൊക്കെ അതായത് കൊളസ്ട്രോൾ കൂടിയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുകയേ ഉള്ളൂ. അപ്പം ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്സ് ഇൻക്ലൂഡിങ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും സാലഡ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അതുപോലെ എണ്ണ പലഹാരങ്ങൾ, നമ്മളുടെ ബിസ്ക്കറ്റുകൾ, അങ്ങനെ സ്നാക്സ് ആയിട്ടുള്ളത് നമ്മൾക്ക് ആകർഷണം തോന്നുമെങ്കിലും അത് നമ്മൾ നിർത്തുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അപ്പോൾ നമുക്ക് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതിൽ എനിക്ക് മനസ്സിലായത് നമ്മുടെ പണ്ടത്തെ ആ ഒരു പഴഞ്ചൊല്ല് തന്നെയാണ്, മിന്നുന്നതെല്ലാം പൊന്നല്ല. അപ്പോൾ നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് തോന്നുന്നതും അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൊതിയായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് ആ ക്രേവിങ്സ് ഒക്കെ ഒന്ന് മാറ്റി നിർത്തിയാൽ നമുക്കൊരു നല്ല ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് നമ്മളൊരു പാട്ടിലേക്കാണ് പോകുന്നത്. പാട്ടിന് ശേഷം ഈ ഒരു ടോപ്പിക്കിനെ പറ്റി, അതായത് പോസ്റ്റ് കോവിഡ് ലങ് ഡിസീസിനെ പറ്റി നമ്മൾ കൂടുതലായിട്ടും അറിയും. കേട്ടുകൊണ്ടേയിരിക്കൂ. SK ജംഗ്ഷൻ ആണ് നമ്മോടൊപ്പം ഇന്ന് കൂടെ എത്തിയിട്ടുള്ളത് മിറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ഡോക്ടർ പ്രജുഷ മോഹൻ. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ. ഇന്ന് SK ജംഗ്ഷനിലൂടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പോസ്റ്റ് കോവിഡ് ലങ് ഡിസീസുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. നമുക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് തരുന്നത് മിറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ആയ ഡോക്ടർ പ്രജുഷ മോഹനാണ്. കോവിഡിന് ശേഷം നമുക്ക് ഒരുപാട് ആളുകൾക്ക് കുറേയധികം ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ചും ശ്വാസകോശത്തിന് ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. അപ്പോൾ വീണ്ടും ഇപ്പോൾ കോവിഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തെ അത് കൂടുതലായിട്ടും എഫക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലല്ലേ ഡോക്ടർ? തീർച്ചയായിട്ടും. കോവിഡ് വൈറസ് മാത്രമല്ല, വേറെ വൈറസുകൾ നമുക്കിപ്പോൾ അറിയാം. ഇപ്പം ഒരു ഇൻഫ്ലുവൻസ ഫ്ലൂവിൻ്റെ ഒരു സീസണാണ്. കുറേ പേർക്ക് പനി, ചുമ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, കോവിഡും ഇപ്പോഴും നമ്മുടെ എല്ലാവരും ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളാരും ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആക്കുന്നില്ലെന്നേ ഉള്ളൂ. പണ്ടത്തെ ഒരു ഹൈപ്പില്ലെന്നേ ഉള്ളൂ. പക്ഷേ അതാണ്, കോവിഡ് വന്നവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഇത്രയും ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് വേറൊരു ഇൻഫെക്ഷൻ, മെയിൻലി വൈറൽ ഇൻഫെക്ഷൻ വന്നാൽ അത് ഇരട്ടിക്കേ ഉള്ളൂ, ആ ബുദ്ധിമുട്ടുകളൊക്കെ കൂടത്തേ ഉള്ളൂ. അങ്ങനെയുള്ളവർക്ക്, അതായത് ഓൾറെഡി കോവിഡാനന്തരമുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ഇൻഫെക്ഷൻ വന്നാൽ കുറച്ചുകൂടെ സിവിയർ ആയിട്ടാണ് നമ്മളിപ്പം കണ്ടുവരുന്നത്. അതുപോലെ പെട്ടെന്ന് അവർക്ക് ആ ഇൻഫെക്ഷൻ വരികയും, അതായത് സെക്കൻഡറി ഇൻഫെക്ഷൻ വരികയും അത് വിട്ടുമാറാൻ കുറച്ച് ടൈമും കൂടെ എടുക്കുന്നതായിട്ടാണ് നമ്മൾ ഇപ്പം റീസെൻ്റ്ലി കണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വൈറൽ ഇൻഫെക്ഷൻസ്, മെയിൻലി ഫ്ലൂ പോലത്തെ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാതിരിക്കാനായിട്ട് നമുക്ക് ഫ്ലൂവിൻ്റെ വാക്സിനേഷൻ ഉണ്ട്. അതായത് നമുക്ക് അഡൽട്ട് വാക്സിനേഷൻ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട്. നമ്മൾ കുട്ടികളുടെ വാക്സിനേഷൻ ഉണ്ട്. അതല്ലാതെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാത്ത ഒരിതാണ് അഡൽട്ട്. നമുക്കും വാക്സിനേഷൻ ഇപ്പോഴും ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരെണ്ണമാണ് ഫ്ലൂ വാക്സിനേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇൻഫ്ലുവൻസ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനേഷൻ, അത് വർഷത്തിൽ നമ്മൾ ഇന്ന് എടുക്കുകയാണെങ്കിൽ അടുത്ത വർഷം ഇന്ന് തന്നെ എടുക്കണം. അങ്ങനെ ആനുവലി അത് എടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഫ്ലൂ വരുന്നതിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യും. ഫ്ലൂ വന്നാൽ തന്നെ ഇത്രയും സിവിയറും ആവില്ല. മെയിനായിട്ട് വാക്സിനേഷനാണ് ഇപ്പം നമ്മൾ ചെയ്തു വരേണ്ടത്. സോ ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വിഷയത്തെ പറ്റി അറിയാനുണ്ട്, കേൾക്കാനുണ്ട്. സോ അതൊക്കെ നമുക്ക് കേൾക്കാം ഒരു പാട്ടിന് ശേഷം നമ്മൾ തിരിച്ചു വരുമ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻസ് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ കേൾക്കും, അറിയും, മനസ്സിലാക്കും. ആൻഡ് ദിസ് ഇസ് മീ ആർജയന. ആൻഡ് നമ്മോടൊപ്പം കൂടെ എത്തിയിട്ടുള്ളത് മിറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ഡോക്ടർ പ്രജുഷ മോഹനുമാണ്. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ. ഇന്ന് SK ജംഗ്ഷനിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പോസ്റ്റ് കോവിഡ് ലങ് ഡിസീസിനെ പറ്റിയിട്ടാണ്. നമ്മോടൊപ്പം ഇന്ന് ഈ ഒരു വിഷയത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ എത്തിയിട്ടുള്ളത് മിറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ഡോക്ടർ പ്രജുഷ മോഹനാണ്. ഡോക്ടർ, ശരിക്കും ഈ ഒരു പോസ്റ്റ് കോവിഡിന്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ എത്ര കാലം ഒരു വ്യക്തിയിൽ നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട്? കോവിഡിന് ശേഷമുള്ള രോഗലക്ഷണങ്ങൾ അത് പല ആൾക്കാർക്കും പല രീതിയിലാണ് കാണുന്നത്, അതായത് നീണ്ടു നിൽക്കുന്നത്. ചിലവർക്കത് സാധാരണ ഒരു പനി പോലെ വന്നു പോയിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവരാണ്. അതാണ് മെജോറിറ്റി ആൾക്കാർക്കും. പിന്നെ ഒരു 100 പേരെടുത്താൽ 6 പേർക്കും ഈ ഒരു സിംറ്റംസ് ഉണ്ട്. അത് പോകുന്നത് ഒരു 3 തൊട്ട് ഒരു 9 മാസം, ആ ഒരു കാലാവധിയിൽ കംപ്ലീറ്റ് ആയിട്ട് കുറയുന്നവരുണ്ട്. അതല്ല 1 വർഷം അതിന് മേലെ സമയമെടുക്കുന്നവരും ഉണ്ട്. അതിൻ്റെ ഒരു
വേരിയബിലിറ്റിയുടെ കാരണം എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ ചികിത്സ തേടാത്തത് കൊണ്ട് തന്നെയാണ്. അത് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കി നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് മാറ്റാവുന്നതേ ഉള്ളൂ. താങ്ക് യു ഡോക്ടർ. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് മുഴുവൻ പോസ്റ്റ് കോവിഡ് ലങ് ഡിസീസുകളെ പറ്റിയിട്ടാണ്. പക്ഷേ ഇനി എനിക്ക് മറ്റൊരു ഇന്റേണൽ ഓർഗനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജനറൽ ഡൗട്ട് ചോദിക്കാനുണ്ട്. യെസ്, അതായത് ഇപ്പോൾ കുറേ പേർക്ക്, അതായത് പ്രത്യേകിച്ചും യൂത്തിനിടയിൽ പാനിക് അറ്റാക്സ് അല്ലെങ്കിൽ ഡിപ്രഷൻ, ഓവർ തിങ്കിങ്, അങ്ങനെ ഒരുപാട് ട്രോമാസ്, ഇതൊക്കെ കൂടുതലായിട്ടും കേട്ടുവരുന്ന സാഹചര്യം അല്ലെങ്കിൽ ഒരു കാലമാണിത്. സോ ഈ കോവിഡിന് ശേഷം യുവാക്കളിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ കാർഡിയാക് അറസ്റ്റ് സംഭവിക്കാനുള്ള റീസൺ എന്തായിരിക്കും? അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. കാരണം ഒട്ടുമിക്ക യൂത്ത് ആൾക്കാർക്കും ഉള്ള ഒരു ഉത്കണ്ഠയാണ് പെട്ടെന്നുള്ള, നമുക്ക് കാരണം കൂടുതൽ വാർത്തകളിലൊക്കെ കാണുന്നത് ഇതാണ്, പെട്ടെന്ന് കുഴഞ്ഞു വീണുന്നു. ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രയും നാൾക്കൊരു കുഴപ്പമുണ്ടായിരുന്ന ഇല്ലാത്തൊരാൾ പെട്ടെന്ന് തലയിറങ്ങി വീണുന്നു, മോഹാലസ്യപ്പെട്ട് വീഴുന്നു, മരണം സംഭവിക്കുന്നു. അതിൻ്റെ മെയിൻ കാരണം എന്നുള്ളത് യൂത്തിൻ്റെ ഇടയിൽ ഈ ഒരു കാർഡിയാക് അറസ്റ്റ്, അതിനെ സഡൻ കാർഡിയാക് അറസ്റ്റ് എന്നാണ് പറയുന്നത്. അത് കൂടുതലും കാണുന്നത് കോവിഡ് ഇറ, പോസ്റ്റ് കോവിഡ് ഇറ, ഈ ഒരു ടൈമിലാണ് കാണുന്നത്. അതിൻ്റെ കാരണം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ലങ്സിനെ പോലെ ഹാർട്ടിനും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഹാർട്ടിലും ഇതേ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഹാർട്ടിൽ മൊത്തം മസിലാണല്ലേ. അപ്പം മയോകാർഡിയം എന്ന് പറയുന്നത് ഹാർട്ടിൻ്റെ ഒരു മസിൽ ലെയറാണ്. അതിൽ ഇൻഫ്ലമേഷൻ വരുമ്പോൾ അതിനെ നമ്മൾ മയോകാർഡൈറ്റിസ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത് എന്താ, ഒരു വൈദ്യുതി ഒരു സംഭവമാണ്. അതായത് നമ്മുടെ ഹൃദയം തുടിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൃദയത്തിൽ തന്നെ ഒരു വൈദ്യുതി കണക്ഷൻ ഉണ്ട്. ഈ ഒരു സർക്യൂട്ടിന് ബ്രേക്ക് വരും ഈ ഒരു മയോകാർഡൈറ്റിസ് വരുമ്പോൾ. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഇത് സബ് ക്ലിനിക്കലായിട്ടുണ്ടാവും. അതായത് നമുക്കത് കാണണം എന്നില്ല, പ്രത്യക്ഷത്തിൽ കാണണം എന്നില്ല, പക്ഷേ അവരുടെ ഉള്ളിൽ അത് ഇൻഫ്ലമേഷൻ വന്നിട്ട് ഹാർട്ടിന് ഈ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവും. ഇവർ പുറത്തോട്ട് ഇത് നമുക്ക് മനസ്സിലാവുന്നത് എപ്പോഴാന്ന് വെച്ചാൽ, അവരിപ്പം നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നു, അതും പെട്ടെന്ന് സ്ട്രെനുവസ് ആയിട്ട് പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ തന്നെ ഭയങ്കര ആൻസൈറ്റി വരുന്നു, ഭയങ്കര സ്ട്രെസ് ആയിട്ടുള്ള ലൈഫ്, അതുപോലെ തന്നെ രാത്രിയിലൊക്കെ പെട്ടെന്ന് നമ്മൾ ഉറക്കത്തിൽ നിന്നൊക്കെ ഞെട്ടി എണീക്കുമ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ നമുക്ക് കാറ്റക്കോളമൈൻസ് എന്ന് പറഞ്ഞിട്ട്, അത് നോർമലി നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു കെമിക്കലാണ്. അതുണ്ടാവുമ്പം ഓൾറെഡി ഇങ്ങനെ മയോകാർഡൈറ്റിസ് ഉള്ളവർക്ക് ഈ ഒരു നമ്മുടെ മെയിൻ ഈ സർക്യൂട്ടൊക്കെ ഒരു ബ്രേക്ക് വന്നിട്ട് അരിത്മിയ എന്ന് പറഞ്ഞത് ഹൃദയം നമ്മൾ കൺട്രോൾ അല്ലാതെ ബീറ്റ് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ വേറെ എക്സ്ട്രീം എന്നുള്ളത് ഹൃദയം ബീറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഹാർട്ട് ബ്ലോക്കുകൾ അല്ലെങ്കിൽ അരിത്മിയാസ് ഇറഗുലറായിട്ട് നമ്മൾ നെഞ്ച് പടപടാന്നിടിക്കുക എന്ന് പറയത്തില്ല, അതുപോലെ അങ്ങനെ വരിക. അങ്ങനെ വന്നു കഴിയുമ്പം ഹൃദയസ്തംഭനത്തിലോട്ട് എത്തുകയാണ്. അപ്പം ഇതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അപ്പം നമ്മൾ എക്സസൈസ് ചെയ്യരുത്, ജിമ്മിൽ പോരുതെന്നല്ല, പോകുമ്പോൾ നമ്മൾ ഗ്രേഡഡ് ആയിട്ടുള്ള എക്സസൈസാണ് ചെയ്യേണ്ടത്. ഓടിപ്പോയിട്ട് നമ്മൾ ഹെവി ലിഫ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ ബോഡിയിൽ നമ്മളൊന്ന് പ്രൈം ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ കാറ്റക്കോളമൈൻസ് ഗ്രേഡഡ് ആയിട്ട് കൂട്ടിയാൽ ഇതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാവില്ല. അതുമാത്രമല്ല, ഇങ്ങനെ ഈ കോവിഡാനന്തരമുള്ള ഇങ്ങനത്തെ ശ്വാസമുട്ട്, കിതപ്പ് ഒക്കെ ഉള്ളവർ ജിമ്മിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ അതൊരു കാർഡിയോളജി ഒപ്പീനിയൻ എടുത്ത് എക്കോയോ TMDയിലാണ് അതായത് നമ്മൾ നടന്നിട്ടുള്ള ട്രെഡ്മിൽ ടെസ്റ്റ്, അപ്പോഴൊക്കെയാണ് നമ്മൾ, അതായത് ട്രെഡ്മിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കാറ്റക്കോളമൈൻസ് ഉണ്ടാവും, ECG ചേഞ്ച് ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. അത് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് ഓക്കെ എൻ്റെ ഹാർട്ട് പക്കയാണെന്ന് ഉറപ്പിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എക്സസൈസ് ഒക്കെ സന്തോഷപൂർവ്വം സമാധാനപൂർവ്വം ചെയ്യാൻ പറ്റും. അതായിരിക്കും. കേട്ടോണ്ടേയിരിക്കും. SK ജംഗ്ഷൻ ആണ് കൂടെയുള്ളത്. ആൻഡ് നമ്മോടൊപ്പം പോസ്റ്റ് കോവിഡ് ലങ് ഡിസീസിനെ പറ്റി കൂടുതലായിട്ടും സംസാരിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് മിറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ഡോക്ടർ പ്രജുഷ മോഹനാണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. Once again, welcome back to SK Junction, only on Sargakshetra 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം അനയാണ് കൂടെയുള്ളത്. ഇന്ന് നമ്മൾ SK ജംഗ്ഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു അല്ലേ. അതും നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ ഈ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫിൽ ചെയ്തിരിക്കേണ്ട കുറേയധികം കാര്യങ്ങൾ ഇന്ന് നമ്മൾ സംസാരിച്ചു. കാരണം പോസ്റ്റ് കോവിഡ് ലങ് ഡിസീസസ് ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. കോവിഡിന് ശേഷം നമ്മുടെ എല്ലാവരുടെയും ലൈഫ് വളരെ വലിയൊരു ഗ്രാഫ് തന്നെ മാറിയിട്ടുണ്ടായിരിക്കും. സോ ഈ മാറ്റങ്ങൾക്ക്, അതായത് പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ കൂടുതൽ കെയർ അല്ലെങ്കിൽ കുറച്ചധികം സ്നേഹം നമുക്ക് നമ്മൾ തന്നെ കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. ഇന്ന് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ എത്തിയിട്ടുള്ളത് മിറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ഡോക്ടർ പ്രജുഷ മോഹനാണ്. ഒരുപാട് രോഗങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. പ്രത്യേകിച്ചും ശ്വാസകോശപരമായിട്ടുള്ള രോഗങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് മെയിൻലി ഫോക്കസ് ചെയ്തത്. അപ്പോൾ പൊതുജനങ്ങളിൽ, അതായത് ഇപ്പോൾ നമുക്കൊരു പബ്ലിക് അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യത്തിൽ അല്ലേ. നമുക്കിത് എങ്ങനെ അവരിലേക്ക് ഇത്
എത്തിക്കാനായിട്ട് സാധിക്കും? അതാണ് മെയിനായിട്ട് പബ്ലിക് അവയർനെസ് ആണ് ഇതിന് വേണ്ടത്. നമ്മളിപ്പം എന്തൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും കാര്യമില്ല, നമുക്കൊരു സെൽഫ് റിയലൈസേഷൻ വേണം. നമ്മൾ ഇതിലൂടെയാണ് കടന്നു പോകുന്നത്, നമുക്ക് ഇത്രക്ക് സിംറ്റം ഉണ്ടോ എന്നാൽ നമ്മളൊരു ഡോക്ടറെ കാണണം. അപ്പം സെൽഫ് റിയലൈസേഷനാണ് ആദ്യം വേണ്ടത്. അത് നമുക്ക് പോസ്റ്റ് കോവിഡാനന്തരമുള്ള ഈ ഞാൻ പറഞ്ഞ ആ ബുദ്ധിമുട്ടുകൾ, ശ്വാസം മുട്ടും ചുമയും കിതപ്പും വിട്ടുവിട്ടുള്ള വലിവും ഒക്കെ വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഡോക്ടറിനെ കൺസൾട്ടേഷൻ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. നമ്മൾ സ്വയം ചികിത്സ, ചുമ അലർജിയുടെ ഭാഗത്തുള്ള ചുമയാകും എന്ന് പറഞ്ഞ് വിട്ട് കളയാൻ പാടില്ല. കാരണം പിന്നീട് അത് എൻഡ് ചെയ്യുന്നത് ഇതിലും സിവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലായിരിക്കും. അപ്പം നമ്മൾ സെൽഫ് റിയലൈസേഷൻ സ്വയം മനസ്സിലാക്കിയിട്ട് ഒരു പൾമനോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെ നമ്മൾ കൺസൾട്ട് ചെയ്തിരിക്കണം. അതാണ് കോവിഡ് കഴിഞ്ഞാലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉള്ളൊരു നിരീക്ഷണം, ഒബ്സർവേഷൻ അനിവാര്യമാണ്. അതുപോലെ തന്നെ പൾമണറി റീഹാബിലിറ്റേഷൻ, അതായത് നമ്മുടെ ശ്വാസകോശ പുനരധിവാസം, ആ ഒരു എഡ്യൂക്കേഷനും ആ ഒരു എക്സസൈസും എല്ലാം പറയുന്നത് നമ്മൾ കൃത്യമായി പാലിക്കേണ്ടതാണ്. പിന്നെ നമുക്ക് പുകവലി, മദ്യപാനം, ബാക്കി അഡിക്ഷൻസ് ഒക്കെ നമ്മൾ അറിയാലോ, ഡ്രഗ് അഡിക്ഷൻസ് ഒക്കെ ഉള്ളവർ നിർത്തേണ്ട ആവശ്യം നമ്മൾ സ്വയം മനസ്സിലാക്കി നമ്മളത് തീരുമാനം എടുത്താൽ നമുക്കത് നിർത്താനുള്ളതേ ഉള്ളൂ. അതല്ല അഡിക്ഷൻസ് ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്, അതൊന്നും നമുക്ക് വിട്ടുമാറാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം, ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ സഹായം നമ്മൾ എടുത്താൽ ഇപ്പം എല്ലായിടത്തും ഉണ്ട് ഒരു സൈക്യാട്രി. പണ്ടത്തെ ആ ഒരു സ്റ്റിഗ്മ ഇല്ല, നമ്മൾ സൈക്യാട്രിസ്റ്റിനെ കണ്ടാൽ നമ്മൾ വട്ടത്തെയാകും അങ്ങനെ ഒരു ചിന്താഗതി ഇപ്പം ഇല്ല. ഇപ്പം എന്ത് മനസ്സിന് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും ഒരു ആൻസൈറ്റി, ഡിപ്രഷനൊക്കെ ഉണ്ട്. നോർമലി ഉണ്ട്, കോവിഡ് വന്നവർക്ക് കുറച്ചുകൂടെ ഉണ്ട്, കോവിഡ് വന്നതിന് ശേഷമുള്ളവർക്ക്. അപ്പം തന്നെ എല്ലാവരും സെക്കൻഡ് തോട്ട് എനിക്കൊരു സൈക്കോളജിസ്റ്റിനെ ഇപ്പോൾ കാണണം, അങ്ങനെ ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആക്ച്വലി ഇപ്പം ഫ്രീലി ആക്സസബിൾ ആണ് ഈ ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സിനെയും സൈക്കോളജിസ്റ്റിനും ഒക്കെ. അപ്പം നമ്മൾ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരെയോ അല്ലെങ്കിൽ വേറൊരു അടുത്ത് കിട്ടുന്ന ഡോക്ടറോട് സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. പിന്നെ പറഞ്ഞ പോലെ വാക്സിനേഷൻ, അഡൽട്ട് വാക്സിനേഷൻ നമ്മൾ കൃത്യമായിട്ട് എടുക്കണം. റെഗുലർ ആയിട്ടുള്ള ഫോളോ അപ്പ്. ഒരു പ്രാവശ്യം ഡോക്ടറെ കണ്ടു, ഡോക്ടർ മരുന്നൊക്കെ തന്നു, ശരി ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകാൻ പാടില്ല. പിന്നെയുള്ള ഫോളോ അപ്പ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം നമ്മൾ ഫോളോ അപ്പ് വിളിക്കുന്നത് ചുമ്മാ പേഷ്യനെ കാണാനോ പിന്നീട് നമുക്ക് എക്സ്ട്രാ മരുന്ന് തന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ മാറ്റാനോ ഒന്നും ആവില്ല. അത് ഒട്ടുമിക്ക ആൾക്കാർക്ക് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ട്, എൻ്റെ കുറഞ്ഞല്ലോ ഇനി എന്തിനാണ് ഞാൻ പോകുന്നത്. അതല്ല, കുറഞ്ഞതിന് കാരണം നമ്മൾ ഒരു ഗ്രൂപ്പ് മരുന്ന് തന്നിട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഡോസ് നമ്മൾ കുറയ്ക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും. അതിനാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ വിളിക്കുന്നത്. പിന്നെ നമുക്കറിയാം ഇങ്ങനെ ഈ പൾമണറി ഫൈബ്രോസ് ഒക്കെ ഉള്ളവർ അത് നമ്മൾ വർഷത്തിലൊരിക്കൽ സീറ്റ് എടുക്കാറുണ്ട്, നല്ല സിവിയർ ഫൈബ്രോസ് ഒക്കെ ഉള്ളവർ. കാരണം അതിൻ്റെ ലക്ഷണങ്ങൾ കൂടുന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ മാറ്റം വരുത്താനൊക്കെ. അപ്പം ഫോളോ അപ്പ്, സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യണം. അതാണ് വേറൊരു ബോധവൽക്കരണം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ശ്വാസകോശ ആരോഗ്യം സംരക്ഷിക്കാൻ ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിച്ചാൽ നമുക്ക് എല്ലാ ഒട്ടുമിക്ക അസുഖങ്ങളും മാറ്റാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഡോക്ടർ സംസാരിച്ചപ്പോൾ നമ്മൾ ഈ വേരോടെ പിഴുത് കളയുക എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടല്ലോ, അത് ആക്ച്വലി ഈ ഒരു ഫോളോ അപ്പിലൂടെ മാത്രമേ ആ ഒരു പ്രോസസ്സ് നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ഫ്രേസ് ആക്ച്വലി വർക്ക് ആവുള്ളൂ. അപ്പോൾ കൃത്യമായ രീതിയിൽ ഒരു രോഗം നമ്മൾ വിട്ടുമാറി പോകണമെങ്കിൽ, അതല്ലെങ്കിൽ ആ ഒരു വലയിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ കൃത്യമായ രീതിയിൽ ഡോക്ടേഴ്സിനെ കാണുക മാത്രമല്ല അതിന് അനുസരിച്ചുള്ള ആ ഒരു ഫോളോ അപ്പ് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ നമുക്കൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് നമുക്ക് പതുക്കെ SK ജംഗ്ഷനിൽ നിന്നും ടാറ്റാ ബൈ ബൈ പറയാം അല്ലേ ഡോക്ടർ? അതെ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഇത്രയും നേരം നമുക്ക് ഈ ഒരു വിഷയത്തെ പറ്റി കാര്യമായിട്ട് സംസാരിച്ചതിനും കുറേയധികം ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്തതിനും താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് us ഡോക്ടർ. താങ്ക് യു അന്ന, താങ്ക് യു സർഗക്ഷേത്ര. എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ചെറിയൊരു ടോക്ക് ആണെങ്കിലും എനിക്ക് ഇതൊരു ബോധവൽക്കരണമായിട്ടും കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്കെങ്കിലും ഇതിൻ്റെ ഒരു ആവശ്യകത മനസ്സിലാവുകയും ഇത് അവർ അനുയോജിതമായ ട്രീറ്റ്മെൻറ്റ് ചൂസ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ഇങ്ങനെ ഒരു ടോക്ക് തന്നതിന് നന്ദി. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പോസ്റ്റ് കോവിഡ് ലങ് ഡിസീസിനെ കുറിച്ചായിരുന്നു. ആൻഡ് നമ്മോടൊപ്പം മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ഡോക്ടർ പ്രജിഷ മോഹനുമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചധികം കലക്കൻ പരിപാടികളുമായിട്ട് നമ്മൾ ഇനിയും വരുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.